ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെയിലി വ്ളോഗായിട്ടാണ്. രാവിലെ മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ദോശയാണ്. അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് ഉപ്പും പാടിട്ടിട്ട് ഓയിലെണ്ണ തേച്ചുങ്ങാണ്ട് ഓരോ തവിയായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഈ ദോശ ചുട്ടെടുക്കുന്നത്. കൂടുതലും ഇവിടെ ഇങ്ങനത്തെ ദോശ തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. മോൻ അവിടെ കളിക്കുകയാണ്. പിന്നെ അതിലേക്ക് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. അതിലേക്ക് തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ മോൻ അവിടെ വന്ന് കുത്തിയിരുന്നിട്ട് അതിലിട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ ചീത്താരണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓനക്ക് അവിടെ തന്നെ ഇരുന്നിട്ട് ദോശയൊക്കെ കൊടുത്ത് മോള് സ്കൂൾക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഓള് പോയിട്ടാ. പിന്നെ മോൾക്ക് ചായ കുടിക്കാൻ പോയി. പിന്നെ മോൾക്ക് കണ്ണിന് പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് മരുന്നൊക്കെ ഇട്ടിച്ച് കൊടുത്ത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ബാലവാടിക്ക് പോവുകയാണ് കേട്ടോ. 4ാമത്തെ കുട്ടിക്ക് അമൃതം പൊടി മേടിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ രണ്ടാമത്തോൾ ഇന്ന് സ്കൂൾക്ക് പോയിട്ടില്ല. ഓൾക്ക് ചെറിയൊരു മടി അങ്ങനെയും പറയാം. അവൾക്കൊന്ന് നീക്കാനൊക്കെ ഒന്ന് നേരം വൈകി നോക്കുമ്പോൾ അവൾക്ക് വേഗം പോകാനൊരു മടി. അപ്പോൾ ഒന്നും അവളെ പറഞ്ഞയച്ചിട്ടില്ല. പിന്നെ അമൃതം പൊടിയൊക്കെ വാങ്ങിക്കൊട്ട് ഞാനവിടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മക്കൾക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോന്ന് വരുമ്പോൾ ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷ കിട്ടി. അപ്പോൾ അതിൽ കയറിയിട്ടാണ് വരുമ്പോൾ ഇന്ന് കറി വെക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന വഴിക്ക് ചീര വാങ്ങിയിരുന്നു. അപ്പം വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ചോറൊക്കെ ഊറ്റി വെച്ചിക്കണ്. പിന്നെ ഞാൻ ചീര കറി വെക്കാനും വേണ്ടിയിട്ട് നിന്നിട്ടോ. ഒന്ന് വെള്ളമാതിരിയാണ്, ഉപ്പേരി മാതിരിയും, പിന്നെ ഒന്ന് വെള്ളം പാടെ കുറച്ച് ചേർക്കുന്നുണ്ട്. കറിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കൂട്ടിയിട്ട് വേണം ചോറ് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ചീര നന്നായി കഴുകിയതിന് ശേഷം അരിഞ്ഞിട്ട് ചെറിയ ഉള്ളിയും ഉണക്കമുളകും പാടെ വെളിച്ചെണ്ണയിൽ തൂമിക്കുക. എന്നിട്ട് കഴുകി വെച്ച ചീരയിൽ ഉപ്പിട്ടിട്ട് ഒന്ന് കുതിർക്കണം കേട്ടോ. ഉപ്പിടണം കേട്ടോ. എന്നിട്ടത് ഒന്ന് വേവിച്ചതിന് ശേഷം തേങ്ങ ചിരകിയിട്ട് കുറച്ച് അതിൽക്കിട്ടാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. തേങ്ങയുടെ ടേസ്റ്റും പാടെ വരുമ്പോൾ ചീരക്കറി നല്ല രസം ഉണ്ടാവും.
ഒന്ന് വെള്ളമാതിരിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ഒന്ന് കറിയാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ മോൾക്ക് അമൃതം പൊടി ഒന്ന് വിരകി കൊടുത്ത്, പിന്നെ ചോറ് കഴിക്കാൻ മക്കളൊക്കെ വാശി പിടിക്കുന്നുണ്ട്. അപ്പത്തിന് അവർക്ക് ഓരോ പപ്പടും പാടെ പൊരിച്ച് കൊടുക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ അതും കൊടുത്തിട്ട് മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഈ ചാനൽ കൂടി ഞാൻ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.